Hello friends, good morning. You can see our topic kinds or types or classification of taxes. Very interesting topic and also very simple topic. നമ്മുടെ public finance or fiscal economics. Fiscal economics ജനറലായിട്ട് വിളിക്കുന്ന പേരാണെന്ത് ഫിസിക്കൽ എക്കണോമിക്സ് ഓർ പബ്ലിക് ഫൈനാൻസ്. അതിലെ നമ്മുടെ BA എക്കണോമിക്സിൻ്റെ സിലബസിൽ വരുന്ന തേർഡ് മൊഡ്യൂളിൽ വരുന്ന വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സസ് ഓർ ടൈപ്സ് ഓഫ് ടാക്സസ് ഓർ കൈൻഡ്സ് ഓഫ് ടാക്സസ്. യു ക്യാൻ എക്സ്പെക്ട് എ 5 മാർക്ക് ക്വസ്റ്റ്യൻ, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഓർ എസ്സേൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ടോപ്പിക്. റൈറ്റ്. ഇനിയൊരു സെപ്പറേറ്റ് ലോങ് എസ്സേയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സിമിലർലി 2 മാർക്കിലൊക്കെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയ. isn't it? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിങ്ങനെ കേൾക്കുന്ന പേരുകളുണ്ട് അല്ലേ? ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. യൂണിവേഴ്സിറ്റി എക്സാംസിന് വേണ്ടി മാത്രമല്ല ഈ ടോപ്പിക് കേട്ടോ. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് അപ്പിയർ ചെയ്യുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഏരിയാസിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈൻഡ്സ് ഓർ ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഏരിയ ഞാൻ 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പാർട്ട് എയിലെ ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, അത് നമുക്ക് ഇമ്പാക്റ്റ്, ഇൻസിഡൻസ്, ഇഫക്റ്റ് ഈ ഒരു കൺസെപ്റ്റ്സ് ആഡ് ചെയ്തിട്ട് വേണം അത് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, പാർട്ട് ബിയിൽ വി വിൽ ഡിസ്കസ് ടാക്സ് ബേസ് ആൻഡ് ടാക്സ് റേറ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 ടൈപ്സ് ടാക്സസ് ഡിസ്കസ് ചെയ്യണം. പ്രൊപ്പോർഷണൽ ടാക്സേഷൻ, പ്രോഗ്രസീവ് ടാക്സേഷൻ, regressive taxation and digressive taxation. Okay, proportional, progressive, regressive and digressive taxation. Okay, part C ല് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മോഡിറ്റി ടാക്സേഷനിലെ സ്പെസിഫിക് ടാക്സ് ആൻഡ് ad valorem ടാക്സ് ആൻഡ് ഓൾസോ അനദർ ക്ലാസിഫിക്കേഷൻ സിംഗിൾ ടാക്സ് ആൻഡ് മൾട്ടിപ്പിൾ ടാക്സ്. ഓക്കെ, അതുപോലെ തന്നെ ആ ടോപ്പിക്കിലേക്ക് സെസ് ആൻഡ് സർചാർജ്, ഇത്രയും ഏരിയാസ് അടങ്ങുന്ന 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക, നല്ല രീതിയിൽ നോട്ട്സ് തയ്യാറാക്കുക, റിവിഷൻ നടത്തുക. ഓക്കെ, സിമ്പിൾ കൺസെപ്റ്റാണ്. അതിൽ ആ കീവേഡ് മനസ്സിലാക്കുക, ടോപ്പിക്സുകൾ പെയറായിട്ട് ജോഡികളായിട്ട് പഠിക്കുക, കമ്പയർ ചെയ്യുക, എല്ലാത്തിനും മെറിറ്റ്സ് ഡിമെറിറ്റ്സും പഠിക്കുക. ഓക്കെ, റൈറ്റ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഫസ്റ്റ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. This is the first classification of taxes, that is direct tax and indirect tax. Direct tax പ്രത്യക്ഷ നികുതി, indirect tax പരോക്ഷ നികുതി. ആ ടേമിൽ നിന്ന് തന്നെ ഇതിൻ്റെ മീനിങ് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. See, I would like to say income tax is a direct tax. Income tax is a direct tax. Similarly, corporate tax, gift tax, wealth tax, banking cash transaction tax, securities transaction tax, fringe benefit tax. Okay, fringe benefit tax പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, വലിയ കമ്പനീസിൻ്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ മാനേജർക്കൊക്കെ എന്ത് ചെയ്യും, അഡീഷണൽ ബെനിഫിറ്റ്സ് കൊടുക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് ഫ്ലാറ്റ്, അക്കോമഡേഷൻ, ട്രാവലിംഗ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, അവരെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ, ഇതിനൊക്കെ വേണ്ടി ഒത്തിരി എമൗണ്ട് ഈ കമ്പനി അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. അതിന് വിളിക്കുന്ന പേരാണ് പേർക്സ് എന്ന് വിളിക്കും, PERKS. ഈ പേർക്സ് കൊടുക്കുന്നതിന് ആ കമ്പനീൻ്റെ പേരിൽ ഗവൺമെൻറ് ചുമത്തുന്ന ടാക്സ് ആണെന്ത്, ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടാക്സ് ഓൺ ഇൻകം ഓഫ് പേഴ്സൺസ്, പേഴ്സണൽ ഇൻകം ടാക്സ്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ലാഭത്തിൽ നിന്ന് അതിന് ചുമത്തുന്ന ടാക്സ് ആണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, സിമിലർലി വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ് ഒക്കെ എന്താണ്, ഡയറക്റ്റ് ടാക്സ് ആണ്. ഓൺ ദി അതർ ഹാൻഡ് we can take GST, goods and service tax, or maybe excise duty, sales tax, service tax, etc. Similarly, customs duty, export duty, import duty, all these taxes belong to indirect tax. My question is that why? Income tax direct tax ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതുപോലെ സർവീസ് ടാക്സോ, എക്സൈസ് ഡ്യൂട്ടിയോ, GST അല്ലെങ്കിൽ സെയിൽസ് ടാക്സോ ഒക്കെ
ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാനുള്ള കാരണം എന്താ? See, to explain these points, we need to understand two concepts related to tax. ടാക്സുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ്. ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു കൺസെപ്റ്റും കൂടി ആഡ് ചെയ്യാണ്. റിലേറ്റഡ് ടു ടാക്സ്, we need to explain first, impact of a tax. Impact. Right. Second concept is that, incidence of a tax. Incidence. And third concept is that, effects of a tax. Effect. Okay. These are the three concepts. Now we can just explain, impact of a tax means, it is the initial burden of a tax. Initial burden of a tax. Right. I will explain. Incidence means, final or ultimate burden of the tax. Right. Don't be confused. Simple. Ultimate burden. Effect, that is very simple. Direct tax, indirect tax explain cheyane ee rendu concept made, impact and incidence. But as a part of this concept, you just understand effect means, all consequences or repercussions. Okay, നികുതി ഒരു രാജ്യത്ത് ചുമത്തിയത് കൊണ്ട്, ടാക്സ് പുതിയ ടാക്സ് കൊണ്ടുവന്നു. ഇപ്പൊ GSTന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? GST ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കൊണ്ട് പ്രൊഡക്ഷനിലെ, കൺസംഷനിലെ, ഡിസ്ട്രിബ്യൂഷനിലെ, റിസോഴ്സ് അലോക്കേഷനിലൊക്കെ എന്ത് മാറ്റമാണ് ഉണ്ടായത്, എന്ത് ഇഫക്റ്റ് ആണ്? കോൺസിക്വൻസസ് ഓർ റിപ്പർക്കഷൻസ്, അതിനാണ് എന്ത് വിളിക്കുക? ഇഫക്റ്റ്. ദാറ്റ് ഈസ് ഓവറോൾ കോൺസിക്വൻസസ് ഓഫ് എ ടാക്സ്. After effects on production, consumption, distribution, economic growth, resource allocation, etc. Now, my point is that, in the case of direct tax, okay, pratyaksha nigudi aanengil, impact and incidence falls on the same person. Okay, direct tax is the tax in which you can see initial burden of the tax and also final burden of the tax falls on the same person. That means it is not possible to shift the tax burden from one person to another. It is really very simple. Okay, see, I will explain. Impact means initial burden of a tax. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഗവൺമെൻറ് എൻ്റെ പേരിൽ ഇൻകം ടാക്സ് ചുമത്തി. ഞാൻ ഡയറക്റ്റ് ടാക്സാണ് പറയുന്നത്. ഇൻകം ടാക്സ് ചുമത്തി. ഓക്കെ, മിസ്റ്റർ നൗഷാദ്, യു മസ്റ്റ് പേ ഇൻകം ടാക്സ്. ആ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും. കാരണം ടാക്സ് ചുമത്തുമ്പോൾ എനിക്ക് ഹാപ്പിയാണ് ഉണ്ടാവുക. സാധാരണഗതിയിൽ ആളുകളെ കയ്യിൽ നിന്ന് ക്യാഷ് ഗവൺമെൻറ്റിലേക്ക് പോവാണ് അല്ലേ? ഇറ്റ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ് from the person to the government without expecting any quid pro quo or without any direct benefit that we have already discussed. Tax എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആണ്. ബട്ട് ഗവൺമെൻറ് ടേക്കിംഗ് മണി ഫ്രം പേഴ്സൺസ്. എൻ്റെ പർച്ചേസിങ് പവർ കുറയാണ് അല്ലേ? എനിക്ക് ഡിസ്യൂട്ടിലിറ്റിയാണ്, ഡിസ്കംഫർട്ടാണ് ആൻഡ് സാക്രിഫൈസ്. The principle of maximum social advantage നമ്മൾ കർവ് ഒക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. All these points. So ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് ടാക്സ് എൻ്റെ പേരിൽ അനൗൺസ് ചെയ്യാണ്. മിസ്റ്റർ നൗഷാദ്, യു മസ്റ്റ് പേ. ആ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ബേർഡനെ വിളിക്കുന്ന പേരാണെന്ത്? ഇമ്പാക്റ്റ്, ഇനീഷ്യൽ ബേർഡൻ. ഓക്കെ, ബട്ട് ഞാൻ ക്യാഷ് കൊടുത്തിട്ടുണ്ടോ ഗവൺമെൻറ്റിന്? ഇല്ല, ജസ്റ്റ് ഇമ്പോസ് ചെയ്തിട്ടുള്ളൂ. But in the case of incidence എന്ന് പറഞ്ഞാൽ എന്താ? This is the final burden or ultimate burden. ഞാൻ 1000 രൂപ എൻ്റെ ഇൻകം ടാക്സ് ഞാൻ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയാണ്, ഫൈനലായിട്ട് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബേർഡനാണ്, ഭാരമാണ്, ഡിസ്കംഫർട്ടാണ്, സാക്രിഫൈസ് ആണ് എന്ത്? ഇൻസിഡൻസ്. ഓക്കെ, ഇറ്റ് ഈസ് റിയലി വെരി സിമ്പിൾ. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ബേർഡൻ ആണ്. ബട്ട് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ ആൻഡ് അൾട്ടിമേറ്റ് ബേർഡൻ ആണ്. ഓക്കെ, അപ്പോൾ ഏത് കൺസെപ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഇമ്പാക്റ്റ് ആണോ ഇൻസിഡൻസ് ആണോ? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഇൻസിഡൻസ്. കാരണം എന്താ? ക്യാഷ് അങ്ങോട്ട് റെഡി ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നത് ഏതാണ്? കൺസെപ്റ്റ് ഏതാ? ഇൻസിഡൻസ് ആണ്. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ പ്രത്യേകത അഥവാ ഡയറക്റ്റ് ടാക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഏത് വ്യക്തിയുടെ ചുമലിലാണോ ടാക്സ് ചുമത്തിയിട്ടുള്ളത് അഥവാ ഇനീഷ്യൽ ബേർഡൻ ഉള്ളത്, ആ വ്യക്തി തന്നെ എന്ത് ചെയ്യണം? ആ നികുതി അടക്കണം. ദാറ്റ് മീൻസ്
that person can't shift the tax burden from himself to another person. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ടാക്സ് ബേർഡൻ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസും ഇല്ലാത്ത ടാക്സ് ആണ് എന്ത്? ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, സിമ്പിൾ. But in the case of indirect tax, for example, GST or excise duty, something like that, initial burden falls on one person and incidence will fall on another person, isn't it? That is, indirect tax. Okay. When you look at excise duty, ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ നിന്നിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ചുമത്തുന്ന ടാക്സ് ആണ് എന്ത്? എക്സൈസ് ഡ്യൂട്ടി. ഓക്കെ, മേജർ ടാക്സസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എസ്സേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതിൽ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് ഒക്കെ പറയണം. എക്സൈസ് ഡ്യൂട്ടി, GST, വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ് ആണ്. സർവീസ് ടാക്സ്, സിമിലർലി ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, ഈ കൺസെപ്റ്റ്സ് ഒക്കെ എന്താണ് നിങ്ങൾ അതിൽ ആഡ് ചെയ്യണം. സിമിലർലി എക്സ്പെൻഡിച്ചർ ടാക്സ്, നിക്കോളാസ് കാൾഡർ ഇമ്പോസ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ ടാക്സ് 5 മാർക്ക് ഒരു എസ്സേയിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മേജർ ടാക്സസ് ഇൻ ഇന്ത്യ, അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, 1 ടാക്സ് 1 മാർക്കറ്റ് ആൻഡ് 1 കൺട്രി, isn't it? ഒറ്റ നികുതി, ഒരു വിപണി, ഒരു രാജ്യം, അല്ലേ? 1 നാഷൻ 1 മാർക്കറ്റ് 1 ടാക്സ് and something like that. Okay, see, all these points we need to understand. So in the case of indirect tax, impact falls on one person and incidence falls on another person. That is, the tax burden can be shifted in the case of indirect tax. Indirect tax എന്താണ്? ഷിഫ്റ്റ് ചെയ്യാൻ കഴിയും ബേർഡൻ. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ എക്സൈസ് ഡ്യൂട്ടി. എക്സൈസ് ഡ്യൂട്ടിയുടെ കേസ് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ വി കൻ ടേക്ക് എക്സ് എന്ന് പറയുന്ന പ്രോഡക്ട്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ എക്സ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഞാനാണ് പ്രൊഡ്യൂസർ. ഓക്കെ, ഞാനാണ് ഉൽപ്പാദനം നടത്തുന്നത്. എൻ്റെ പേരിലാണ് എക്സൈസ് ഡ്യൂട്ടി ചുമത്തിയത്. ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ഷിഫ്റ്റ് ദാറ്റ് ടാക്സ് ബേർഡൻ ടു ദ ഹോൾസെയിലർ. അല്ലേ? ഹോൾസെയിലർ വന്ന് എൻ്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങുമ്പോൾ എത്രയാണ് നികുതി ഉള്ളത്, ആ നികുതിയും കൂട്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക? അതിൻ്റെ വില പറയാം. 10 രൂപ നികുതിയാണെങ്കിൽ 100 രൂപേൻ്റെ പ്രോഡക്റ്റ് ഞാൻ എന്ത് ചെയ്യും? 110 രൂപയാക്കിയിട്ട് കൂട്ടും. ദെൻ ഐ ക്യാൻ ഷിഫ്റ്റ് ദ ടാക്സ് ബേർഡൻ. ഓക്കെ, ഹോൾസെയിലർ എന്ത് ചെയ്യും? ഹി വിൽ ഷിഫ്റ്റ് ദാറ്റ് ടാക്സ് ബേർഡൻ ടു റീറ്റെയിലർ. ഓക്കെ, റീറ്റെയിലർക്ക് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. ദെൻ റീറ്റെയിലർ വിൽ ഷിഫ്റ്റ് ദ ടാക്സ് ബേർഡൻ ടു ദി ഫൈനൽ കസ്റ്റമർ. ഓക്കെ, അപ്പൊ ഇമ്പാക്ട് ഒരാളെ ചുമലിലാണ്, ബട്ട് ഇൻസിഡൻസ് ഫാൾ ഓൺ അനദർ പേഴ്സൺ. സി, ദിസ് ഈസ് ദ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡയറക്റ്റ് ടാക്സ് എന്താണ്? Direct tax is the tax in which incidence and impact fall on the same person. Second point is that it is not possible to shift the tax burden from one person to another. Examples of direct tax, income tax, corporate tax, gift tax and wealth tax, fringe benefit tax, banking cash transaction tax, securities transaction tax, etc. ഈ ടാക്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ആരെ പേരിലാണോ ആ ടാക്സ് ചുമത്തിയിട്ടുള്ളത് അവർ തന്നെ ആ ടാക്സ് ബേർഡനും ഇൻസിഡൻസും വഹിക്കണം. നോട്ട് പോസിബിൾ ടു ഷിഫ്റ്റ് ദ ടാക്സ് ബേർഡൻ. ആൻഡ് വാട്ട് യു മീൻ ബൈ ഇൻഡയറക്റ്റ് ടാക്സ്? സി, ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ദ ടാക്സ് ഇൻ വിച്ച് impact falls on one person and incidence falls on another person. In the case of indirect tax, the tax burden can be shifted. Okay, for example, producer shifted his tax burden to wholesaler and wholesaler to retailer and retailer to final customers. Okay, ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ കാലിക്കറ്റ് പോകുന്ന സമയത്ത് നിങ്ങൾ പാരഗൺ ഹോട്ടലിലോ അല്ലെങ്കിൽ സാഗർ ഹോട്ടലിലോ കയറിയിട്ട് ഫുഡ് കഴിക്കുന്നു. ഓക്കെ, ആ ഫുഡിൻ്റെ ബില്ല് വരുമ്പോൾ നിങ്ങൾക്ക് ആ ബില്ലിൽ എന്ത് കാണാം? GST. GSTയിൽ 3 റേറ്റ് ഉണ്ട് അല്ലേ? സെൻട്രൽ GST, ദെൻ സ്റ്റേറ്റ് GST, ഇന്റർ സ്റ്റേറ്റ് GST, ഇന്റർ സ്റ്റേറ്റ് GST ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് GST എന്നതിന് പറയാം. 3 ടാക്സ്. GSTൻ്റെ റേറ്റ് ഏതൊക്കെയാണ്? 0% ഉണ്ട്, അഥവാ നില്ല്, ടാക്സ് ഇല്ല. 5%, 12%, 18% ആൻഡ് 28%. GST കൗൺസിൽ ഉണ്ട്, അവിടെയാണ് ടാക്സ് റേറ്റ് ഒക്കെ തീരുമാനിക്കുന്നത്. GST കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? ഫൈനാൻസ് മിനിസ്റ്റർ ആണ്. GST കൗൺസിൽ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. GST നടപ്പിലാക്കിയ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഏതാണ്? 101, 101. GST ബില്ല് ഏതാണ്? 122, 122. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. GST ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നാണ്? ജൂലൈ 1, 2017.
ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. GST 5 മാർക്കോ 2 മാർക്കിലൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സി ദിസ് ഈസ് അബൌട്ട് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇപ്പം ഞാൻ പാരഗൺ ഹോട്ടലിൽ ഞാൻ ഫുഡ് കഴിച്ചു, എനിക്ക് ബില്ല് വരുന്നത് എന്താണ്? GST ഉണ്ട്, അതിൽ സെൻട്രൽ GST ഉണ്ടാവും, സ്റ്റേറ്റ് GST ഉണ്ടാവും. പക്ഷെ ആ ബില്ലിലുള്ള ടാക്സ് ഗവൺമെൻറ് ആരുടെ അടുത്തു നിന്നാണ് കളക്ട് ചെയ്യുക? പാരഗൺ ഹോട്ടലിലെ മുതലാളിൻ്റെ അടുത്തു നിന്നാണ് കളക്ട് ചെയ്യുക. പക്ഷേ മുതലാളി റിയലായിട്ട് അതിൻ്റെ ഇൻസിഡൻസ് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ആരാണോ അവിടെ കയറി ഭക്ഷണം കഴിക്കുന്നത് അവർ കൊടുക്കണം ടാക്സ്. പക്ഷെ ഞാനാണ് ഗവൺമെൻറ് നേരിട്ട് കൊടുക്കുന്നതല്ല. ഞാൻ ഫുഡ് കഴിക്കുന്ന ബില്ലിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ടാക്സും കൂടി അടക്കുന്നു. പാരഗൺ ഹോട്ടലിലെ മുതലാളി എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിലേക്ക് ടാക്സ് കൊടുക്കുന്നു. സോ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ പോയിന്റ് എന്ന് പറയാം അല്ലേ. ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സോഴ്സ് ഓഫ് ഇൻകം ആണ്. കറക്റ്റ് ചെയ്തിട്ട് ഇൻകം കൊടുക്കുന്ന സോഴ്സ് എവിടെയാണ്? ഇൻസിഡൻസ് ആണ്. അപ്പോൾ തിയററ്റിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പാക്റ്റിന്. പ്രാക്ടിക്കലായിട്ട് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട കൺസെപ്റ്റ് ഏതാണ്? ഇൻസിഡൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. Then now you can just look at what are the major advantages of direct tax. Okay, direct taxന്റെ മേജർ അഡ്വാൻറ്റേജസ്, ഗവൺമെൻറ്റിന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള സംഭവങ്ങൾ, നാഷണൽ കോൺഷ്യസ്നെസ്, ഒരു ദേശസ്നേഹം അതിലുണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ബിൽഡിംഗ് പ്രോസസ്സിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മാറ്റർ ഉണ്ട്. ഗവൺമെൻറ് ക്യാൻ കളക്ട് മോർ റവന്യൂ. ഡിമെറിറ്റ്സ് ഒത്തിരി ടാക്സ് ഇവേഷൻ അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ കൺവീനിയൻറ്റ് ടു കളക്ട്. ഓക്കെ, ടാക്സ് ഇവേഷൻ ഏറെക്കുറെ പോസിബിൾ അല്ല ഇൻഡയറക്റ്റ് ടാക്സിൽ. മോർ കൺവീനിയൻ്റ് ആണ്. കാരണം എന്താണ്? ടാക്സ് കൊടുക്കുന്ന ആൾ അദ്ദേഹം പോലും അറിയുന്നില്ല. ഇപ്പം നമ്മൾ ഓരോ പ്രോഡക്ട്സ് വാങ്ങുമ്പോഴൊക്കെ അതിലെന്തുണ്ട്? ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ബട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫ്ലാഷണറി. ഓക്കെ, പണപ്പെരുപ്പം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, സി ദിസ് ഇസ് അബൌട്ട് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. സെപ്പറേറ്റ് 5 മാർക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ദാറ്റ് proportional, progressive, regressive and digressive taxation. Okay,